ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ മൂന്നാറിലേക്കുള്ള അതിമനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയിലാണ്. നമ്മൾ പോകുന്ന യാത്ര അങ്ങോട്ടാണെന്ന് വെച്ചാൽ ആനച്ചാലിലുള്ള ഡ്രീം ലാൻഡിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. റോപ്പിൽ കയറി നടക്കണം, ചുമ്മാ റോപ്പിലൊന്ന് തൂങ്ങി പോകണം, അതുപോലെ പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയും പിന്നെ നമ്മളവിടെ കയറുന്ന ഒരു ചെറിയൊരു ഇൻട്രോയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ യാത്രയ്ക്കിടയിൽ നേര്യമംഗലം എന്ന സ്ഥലത്തേക്ക് എത്താറായ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് ഇനിയും പോകണം 40 കിലോമീറ്ററോളം നേര്യമംഗലം കഴിഞ്ഞ്. ഇപ്പോൾ ഞങ്ങൾ നേര്യമംഗലത്ത് അടുത്തെത്താറായി. അപ്പോൾ നമ്മളിവിടുന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് നോക്കിയാൽ നേര്യമംഗലം പാലം ഉൾപ്പെടെ പല കാഴ്ചകളും കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മുഴുവനും മലനിരകളാണ്. ഇതിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി നല്ല നല്ല ദൃശ്യങ്ങളാണ്, നിങ്ങൾ ആസ്വദിച്ച് കാണുക. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി മുഴുവനും റോഡ് പണി നടക്കുകയാണ് കേട്ടോ. ഇതെല്ലാം റോഡിൻ്റെ വീതി കൂട്ടാൻ വേണ്ടി സൈഡ് വാൾ അടിച്ച് കമ്പി നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്ത് സൈഡ് വാൾ അടിച്ച് കയറി സ്ലാബും ഇട്ട് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പണികളൊക്കെയും കണ്ടുകൊണ്ടാണ് നമ്മൾ നേരെ മൂന്നാറിന് പോകുന്നത് കേട്ടോ. ഫുൾ ടൈം പണികളും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണം. കണ്ടോ, ഈ കാഴ്ചകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മലനിരകളാണ് നമുക്ക് പോകുന്ന വഴി കാണാൻ പറ്റുന്നത്. അടിപൊളി ദൃശ്യഭംഗിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ. മൂന്നാറിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട, അത്രയ്ക്കും പ്രകൃതിരമണീയമായ ഒരു ഭംഗിയാണ് മൂന്നാറിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ. നമ്മളെ കോരിത്തെറിപ്പിക്കുന്ന ദൃശ്യഭംഗിയാണ് നമുക്ക് മൂന്നാറിൽ നിന്ന് കിട്ടുന്നത്. അത് തന്നെയല്ല, നമ്മളെ നേര്യമംഗലം കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ യാത്രയിൽ നമുക്ക് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ യാത്ര എന്ന് പറഞ്ഞത് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ്. ഞാൻ, കൊച്ച്, വൈഫ്, അച്ഛൻ, അമ്മ, അനിയൻ്റെ വൈഫ്, കൊച്ച്, അതുപോലെ തന്നെ പെങ്ങളുടെ ഹസ്ബൻഡ്, പിള്ളേർ, അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഫാമിലിയായിട്ട് അളിയനും അങ്ങനെ ഞങ്ങളെല്ലാവരും സെറ്റായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ 2 വണ്ടിയിലാണ് താനും പോകുന്നത്. കാരണം ഒരുപാട് തിങ്ങിയിരുന്ന് പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന നമ്മുടെ നേര്യമംഗലം പാലം ഉണ്ടല്ലോ, ആർച്ച് പാലം, ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആർച്ച് പാലം, അതിലൂടെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച പാലാണ്. അന്ന് പിന്നെ വീതി കുറവായതുകൊണ്ട് വീതി കുറച്ച് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ബസ് കയറി വന്നാൽ നമുക്ക് സൈഡ് കൊടുത്ത് കയറി പോകാൻ പറ്റില്ല. അത്രയ്ക്കും വീതി കുറവാണ് പാലത്തിന്. ബസ്സുകളൊക്കെ കയറി വരുന്ന സമയത്ത് നമ്മൾ ഒതുക്കി നിർത്തിയിട്ട് വേണം കടന്നു പോകാനായിട്ട്. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ ദൃശ്യഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇരുമ്പാലയ്ക്കും കഴിഞ്ഞിരിക്കുകയാണ്. ഇരുമ്പാലയ്ക്ക് എത്തിയപ്പോഴത്തേക്ക് ഇത് കണ്ടോ, നല്ല അടിപൊളി നല്ല മലനിരകളാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ ഫുൾ റോഡ് വർക്കുകൾ നടക്കുകയാണ്. ഇതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡ്രീം ലാൻഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ മൂന്നാർ ഫൺ ആൻഡ് അഡ്വെഞ്ചർ ഡ്രീം ലാൻഡ് ഉണ്ടോ. നമ്മുടെ ആനച്ചാലിന് കയറി വരുമ്പോഴുള്ള ഡ്രീം ലാൻഡാണിത്. ഫൺ ആൻഡ് അഡ്വെഞ്ചർ മൂന്നാർ അടിപൊളിയാണ്. വെയിലത്തും മഴയത്തും ഡ്രീം ലാൻഡ് ഫൺ ആൻഡ് അഡ്വെഞ്ചർ മൂന്നാർ. ഓക്കെ. നമ്മൾ ഇപ്പോൾ എത്തിയുള്ളൂ. ഇനി നമ്മൾ ഓരോ ഇതിലേക്ക് സെക്ഷനിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇതിൻ്റെ താഴേക്കാണ് ഓരോ സെക്ഷൻ കിടക്കുന്നത്. ഓക്കെ. ഇവിടെ ലച്ചുകൂട്ടി നോക്കിയേ. ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഇടയിലൂടെ പെങ്ങളെന്നെ ചീത്ത പറഞ്ഞെടുപ്പിച്ച ഫോട്ടോസാണ് ഇതെല്ലാം. അങ്ങനെയുണ്ട്. അതിൻ്റെ അകത്ത് ലച്ചുക്കുട്ടി ഫുൾ ടൈം തിരിഞ്ഞും മറിഞ്ഞിരിക്കുമായിരുന്നു. അതുകൊണ്ട് ത്രില്ലേല. ഇച്ചപ്പം പിന്നെ സെറ്റപ്പ് ആയിട്ടേന്ന്
പൊന്നിക്കുട്ടിയാണെങ്കിലും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരുന്ന് ഇതായി ഞങ്ങൾ കയറുവാണ് അകത്തേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഡ്രീം ലാൻഡിൽ വന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഡ്രീം ലാൻഡിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആനച്ചാലുള്ള ഡ്രീം ലാൻഡ് മൂന്നാർ. എന്നുണ്ട്, സൂപ്പറല്ലേ? അവിടെ ഒരു കാള നിൽക്കുന്നുണ്ട്. കാള. ഓക്കെ, നമ്മൾ ചെല്ലട്ടെ ഗൈസ്, നമ്മൾ ചെല്ലട്ടെ.